വുമൺ ആൻഡ് ദി ഭക്തി മൂവ്മെൻറ്റ്, സ്ത്രീകളും ഭക്തി പ്രസ്ഥാനവും. വുമൺ വെർ ലെസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഇൻ ദി മിഡീവൽ സൊസൈറ്റി. മിഡീവൽ ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകൾക്ക് വളരെ കുറച്ച് പരിഗണനയും അംഗീകാരവും ലഭിച്ചിരുന്നുള്ളൂ. കണ്ടീഷൻസ് റിമൈൻഡ് ദി സെയിം ഇൻ റിലേഷൻ ടു ഫ്രീഡം ഓഫ് വർഷിപ്പ്. അവരുടെ ആരാധന സ്വാതന്ത്ര്യവും അവർക്ക് ഇതുപോലെ തന്നെ ആയിരുന്നു. മെനി വുമൺ ടുക്ക് ടു കമ്പോസിങ്. വിത്ത് ദി അഡ്വെൻറ്റ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്, മെനി വുമൺ ടുക്ക് ടു കമ്പോസിങ് ആൻഡ് സിംഗിങ് ഹൈംസ് ആൻഡ് സോങ്സ് ടു വർഷിപ്പ് ദി ഡെയിറ്റി ഓഫ് ദെയർ ചോയ്സ്. എന്നാൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആഗമനത്തോടുകൂടി ധാരാളം സ്ത്രീകൾ അവരുടെ ഇഷ്ടദൈവങ്ങളെ ആരാധിക്കുവാനുള്ള കീർത്തനങ്ങൾ രചിക്കുകയും ആലപിക്കുകയും ചെയ്തു. മീരാബായി വാസ് എ രജപുട്ട് പ്രിൻസസ് ഹൂ ലീവ്ഡ് ഇൻ ചിത്തോർ, രാജസ്ഥാൻ. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായി. ഷീ ഗേവ് അപ്പ് ഓൾ ദി വേൾഡ്ലി കംഫർട്ട്സ് ആൻഡ് ഇമേഴ്സ്ഡ് ഹെർസെൽഫ് ഇൻ ഡിവോഷൻ ടു കൃഷ്ണ. ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവർ കൃഷ്ണഭക്തിയിൽ മുഴുകി. കൃഷ്ണ ഭജനാസ് കമ്പോസ്ഡ് ബൈ മീരാബായി ആർ വെരി പോപ്പുലർ. മീരാബായി രചിച്ച കൃഷ്ണഭജനങ്ങൾ വളരെ പ്രശസ്തമാണ്. കാരക്കൽ അമ്മയാർ ആൻഡ് ആണ്ടാൾ വേർ ഫേമസ് ഡിവോട്ടി പോയറ്റസസ് ഫ്രം തമിഴ്നാടു. തമിഴ്നാട്ടിലെ പ്രശസ്തരായ ഭക്ത കവയിത്രികളായിരുന്നു കാരക്കൽ അമ്മയാറും ആണ്ടാളും. ദെയർ കോമ്പോസിഷൻ എക്സ്പ്രസ് ഡീപ്പ് ഡിവോഷൻ ടു ദെയർ ഫേവറേറ്റ് ഡയറ്റി. അവരുടെ രചനകൾ അവരുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്നു. മഹാദേവി വാസ് എ പ്രോമിനൻ്റ് ഫിഗർ ഇൻ ദി വീരശൈവ മൂവ്മെൻറ്റ്. വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു അക്ക മഹാദേവി. ഷീ ലെഡ് ഡിസ്കഷൻ എഗനസ്റ്റ് ദി സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഒപ്രഷൻ ദി വുമൺ ഫേസ്ഡ് ഇൻ ദോസ് ഡേയ്സ്. സ്ത്രീകൾ അക്കാലത്തെ അഭിമുഖീകരിച്ചിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള ചർച്ചകൾ അവർ നയിച്ചു. ബഹിനാബായി ആൻഡ് സോയിറാബായി of Maharashtra and Lal Dado Kashmir also contributed to the growth of Bhakti movement. മഹാരാഷ്ട്രയിലെ ബഹിനാബായി, സോയിറാബായി, കാശ്മീരിലെ ലാൽ ദത്ത് തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയവരാണ്. ഇമ്പാക്ട്സ് ഓഫ് ദി ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഫലങ്ങൾ. ദി എയിം ഓഫ് ദി ഭക്തി മൂവ്മെൻറ്റ് വാസ് ഡെഡിക്കേഷൻ ടു വൺസ് ഫേവറേറ്റ് ഡയറ്റി ത്രൂ മ്യൂസിക് ആൻഡ് ഡിവോഷൻ. സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്നാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ഹൗവർ ലേറ്റർ ദി മൂവ്മെൻറ്റ് വാസ് ഏബിൾ ടു ബ്രിങ് അബൌട്ട് പ്രോഗ്രസീവ് ചേഞ്ചസ് ഇൻ ഇന്ത്യസ് സോഷ്യൽ ആൻഡ് റിലീജിയസ് സ്പിയേഴ്സ്. എന്നാൽ പിൽക്കാലത്തെ ഇന്ത്യയിലെ സാമൂഹികവും മതപരമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചു. മോസ്റ്റ് ഓഫ് ദി ഭക്തി പോയറ്റ്സ് ഇൻ ദി ഭക്തി മൂവ്മെൻറ്റ് വർ ഫ്രം ദി സോകോൾഡ് മാർജിനലൈസ്ഡ് കാസ്റ്റ് ഗ്രൂപ്പ്സ്. ഭക്തി പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്ത കവികളും താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നുള്ളവരായിരുന്നു. They questioned caste system and the privileges enjoyed by the Brahmins. ഇവർ ജാതിവ്യവസ്ഥയെയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളെയും ചോദ്യം ചെയ്തു. As a result, the concept of social equality began to emerge. തൽഫലമായി സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. Women were allowed to participate in discussions in the അനുഭവ മണ്ഡപം. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. Their opinions gained recognition and made them think about the ideas of equality between men and women. അവരുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. The Bhakti movement was also able to educate people about the greatness of occupation. അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞതും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. സൂഫി മൂവ്മെൻറ്റ്. സൂഫി പ്രസ്ഥാനം. ജലാലുദ്ദീൻ ഖിൽജി, ദി സുൽത്താൻ ഓഫ് ഡൽഹി, റിവീൽഡ് ഹിസ് ഡിസയർ ടു അമീർ ഖുസ്രു ടു മീറ്റ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ.
ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ദി സുൽത്താൻ ഇൻസിസ്റ്റഡ് ദാറ്റ് ദി മീറ്റിംഗ് ഷുഡ് ബി കെപ്റ്റ് സീക്രട്ട് ആസ് ഔലിയ വുഡ് റിഫ്യൂസ് ടു മീറ്റ് ഹിം ഇഫ് ഹി കംസ് ടു നോ എബൌട്ട് ഇറ്റ്. സന്ദർശന വിവരം അറിഞ്ഞാൽ ഔലിയ സന്ദർശനത്തിന് അനുവദിക്കില്ല എന്നതുകൊണ്ട് സന്ദർശനം രഹസ്യമായിരിക്കണമെന്നും സുൽത്താൻ നിർദ്ദേശിച്ചു. ബട്ട് ഖുസ്രു ടോൾഡ് ദിസ് ടു ഔലിയ. എന്നാൽ ഖുസ്രു അത് ഔലിയയോടെ അറിയിച്ചു. ഔലിയ വുഡ് നോട്ട് ലൈക്ക് ടു മീറ്റ് റൂളേഴ്സ് ട്രാവൽഡ് ഫാർ ഓൺ ദി ഡേ ഓഫ് ദി വിസിറ്റ്. ഭരണാധികാരികളെ കാണാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഔലിയ സന്ദർശന ദിവസം ഒരു യാത്ര പോയി. ഓൺ റീച്ചിങ് ദി ഗൻഗാഹ്, ദി കിങ് കുഡ് നോട്ട് സീ ദി ഷെയ്ഖ് ആൻഡ് ബിക്കെയും ആംഗ്രി വിത്ത് ഖുസ്രു. ഗാൻഗാഹിലെത്തിയ രാജാവ് ഷെയ്ഖിനെ കാണാത്തതുകൊണ്ട് ഖുസ്രുവിനോട് ദേഷ്യപ്പെട്ടു. യു വെർ ഡിസീവിങ് ദി സുൽത്താൻ വേർണ്ട് യു. നിങ്ങൾ സുൽത്താനെ ചതിക്കുകയായിരുന്നല്ലേ? ഖുസ്രു പറഞ്ഞു, ഇഫ് ഐ ഡിസീവ് ദി കിങ് ഓൺലി മൈ ലൈഫ് ഇൻ ദിസ് വേൾഡ് വിൽ എൻഡ്. രാജാവിനെ ചതിച്ചാൽ എൻ്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കുകയുള്ളൂ. ബട്ട് ഇഫ് ഐ ചീറ്റ് മൈ ഷെയ്ഖ് ഐ വിൽ ലോസ് ദി ഇമ്മോർട്ടൽ ആഫ്റ്റർ ലൈഫ് ടു. എന്നാൽ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാന്തര ജീവിതം എനിക്ക് നഷ്ടപ്പെടും. Thus, this incident tells us that Khusru, who was not afraid of death, was afraid of the displeasure of his Sufi Sheikh Nisamuddin Awliya. What else did you learn from this story? മരണത്തെ ഭയപ്പെടാത്ത ഖുസ്രു തൻ്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഔലിയയുടെ അപ്രീതി ഭയപ്പെട്ടിരുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? സൂഫീസ് സ്റ്റുഡ് അവേ ഫ്രം സീറ്റ്സ് ഓഫ് പവർ. സൂഫീസ് സ്റ്റുഡ് അവേ ഫ്രം സീറ്റ് ഓഫ് പവർ. അതിൻ്റെ പോയിൻ്റ് ആൻസറാണ്. അധികാര സ്ഥാപനങ്ങളിൽ നിന്ന് സൂഫികൾ ഒഴിഞ്ഞു നിന്നിരുന്നു. സൂഫിസം എംഫസൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്പിരിച്വൽ ലൈഫ്. കൂടാതെ സൂഫികൾ ആധ്യാത്മിക ജീവിതത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. Sufis were those who accepted bhakti as a means to approach God. ഭക്തിയെ ദൈവത്തോട് അടുപ്പിക്കുവാനുള്ള ഒരു മാർഗമായി സ്വീകരിച്ചവരാണ് സൂഫികൾ. Sufi scholars thought one of the ways to achieve this was devotional singing. അതിനുള്ള ഒരു വഴി ഭക്തിഗാനാലാപനമാണെന്ന് സൂഫി പണ്ഡിതന്മാർ കരുതി. They traveled among the common people and propagated Sufi principles. അവർ സാധാരണക്കാരോടൊത്ത് യാത്ര ചെയ്ത് സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു. Emphasis was given to the concept of monotheism, fraternity, humanity and devotion to God. ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. സൂഫിസം, സൂഫി മതം. Scholars suggested that the word Sufism is derived from the word Suf meaning wool or from the word Safi meaning purity. പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് സൂഫിസം എന്ന പദം ഉണ്ടായത് കമ്പിളി എന്നർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നോ ശുദ്ധി എന്നർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്നാണ്. Sufism is an Islamic devotional movement which originated in Central Asia. മധ്യേഷ്യയിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. The rulers here began to pay more attention to worldly pleasures like wealth, power and luxurious life. ഇവിടുത്തെ ഭരണാധികാരികൾ സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. It was against such trends that the Sufi movement emerged. ഇത്തരം പ്രവണതകൾക്കെതിരായിട്ടാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത്. The Sufi movement reached India by the 12th century CE. 12ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ സുഫി പ്രസ്ഥാനം എത്തിയത്. Among the 12 Sufi sects known as Silsilas, the Chishti and Suhrawardi Silsilas reached India. സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹ്രവർദി എന്നീ സിൽസിലകളായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത്.
The Sufi masters were the ones who gave importance to spiritual life, abstaining from luxurious life. ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിയവരാണ് സൂഫി ഗുരുക്കൾ. The Sufi masters was called Pir or Sheikh and his followers called Murid. സൂഫി ഗുരുവിനെ പിർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നും അവരുടെ പിൻഗാമികളെ മുരീദ് എന്നും വിളിച്ചിരുന്നു. The Gangah where the Sufi reside were the social centers of the time. സൂഫികളുടെ താമസ സ്ഥലങ്ങളായ ഗാൻഗാഹുകൾ അക്കാലത്തെ സാമൂഹ്യ കേന്ദ്രങ്ങളായിരുന്നു. ഖവാലി are devotional songs rendered in a special chanting style called സമ in the Sufi centers. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാപന ശൈലികൾ ആലപിച്ചിരുന്നു. During the Sultanate and Mughal period, Sufis were able to bring about unity among different religions sects. സൽത്താനത്ത് മുഗൾ കാലഘട്ടങ്ങളിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു. മേജർ സൂഫി മാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് റീജിയൻസ് റിലേറ്റഡ് ടു ദം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൂഫി ഗുരുക്കളും അവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും. പ്രോമിനൻറ്റ് സൂഫി മാസ്റ്റേഴ്സ് റീജിയൻസ്, പ്രധാനപ്പെട്ട സൂഫി മാസ്റ്റേഴ്സും അവരുടെ പ്രദേശങ്ങളും. ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർദി, റീജിയൻ സിൽഹറ്റ്, പ്രദേശം സിൽഹറ്റ്. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ, ഡൽഹി. ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി, അജ്മീർ. Prepare the information required to make a flip book on Sufi movement in the format of a flip page. ഫ്ലിപ്പ് പേജിൽ തന്നിരിക്കുന്ന പേജ് നമ്പർ 36 തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ ഉപയോഗിച്ച് സൂഫിസത്തെക്കുറിച്ച് ഒരു ഫ്ലിപ്പ് ബുക്ക് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജ്, നാട്ടുഭാഷകളുടെ വളർച്ച. ഭക്തി സൂഫി പ്രൊപ്പഗേറ്റേഴ്സ് യൂസ്ഡ് വെർണാക്കുലർ ലാംഗ്വേജസ് ടു സ്പ്രെഡ് ദെയർ ഐഡിയാസ് എമംഗ് കോമൺ പീപ്പിൾ. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളാണ് ഉപയോഗിച്ചിരുന്നത്. ദിസ് ലീഡ് ടു ദി ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് സഹായകമായി. മെനി ഡിവോഷണൽ പോയംസ് വെർ കമ്പോസ്ഡ് ഇൻ ലാംഗ്വേജസ് ലൈക്ക് തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം എക്സെട്ര. ഈ ഭാഷകളിലെല്ലാം ധാരാളം ഭക്തി കവിതകൾ രചിക്കപ്പെട്ടു. Many other literary works in vernacular languages were also composed. കൂടാതെ ധാരാളം സാഹിത്യകൃതികളും രചിക്കപ്പെട്ടു. ഉറുദു, എ കോമ്പിനേഷൻ ഓഫ് പേർഷ്യൻ ആൻഡ് ഹിന്ദി, ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്ത്യസ് കൾച്ചറൽ ഇൻറ്റിഗ്രേഷൻ. പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമാണ്. അമീർ ഖുസ്രു വാസ് വൺ ഓഫ് ദി മോസ്റ്റ് പ്രോമിനൻറ്റ് റൈറ്റേഴ്സ് ഓഫ് ഉറുദു ലാംഗ്വേജ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഇക്കാലത്തെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു. കബീർസ് ദോഹ എൻറിച്ച്ഡ് ദി ഹിന്ദി ലാംഗ്വേജസ്. കബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. മഹാഭാരത, രാമായണ ആൻഡ് അതർ വർക്ക്സ് ഹാവ് ബീൻ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു വേരിയസ് റീജിയണൽ ലാംഗ്വേജസ്. അതുപോലെ രാമായണവും മഹാഭാരതവുമെല്ലാം പ്രാദേശിക ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ദിസ് ലീഡ് ടു ദി റിജുവിനേഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഇത് ഭാഷയ്ക്കും സാഹിത്യത്തിനും ഉണർവേകി. മേജർ ലിറ്റററി വർക്ക്സ് ആൻഡ് ഓതേഴ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്. പ്രാദേശിക ഭാഷകളിലെ പ്രധാന സാഹിത്യകൃതികൾ. തമിഴ് 4000 ദിവ്യപ്രബന്ധം, ആഴ്വാർമാർ, തിരുമുറൈകൾ, നായനാർമാർ. കന്നഡ വചനാസ്, ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ്മ പ്രഭു. തെലുങ്ക് ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരതത്തിൻ്റെ ട്രാൻസ്ലേഷൻ, മഹാഭാരത വിവർത്തനം, നന്നയ്യ, തിക്കണ്ണ, യരപ്രഗത. ബംഗാളി ഗീതാ ഗോവിന്ദ, ജയദേവ. ഹിന്ദി പത്മാവത്, മാലിക് മുഹമ്മദ് ജായസി. മലയാളം ജ്ഞാനപ്പാന, പൂന്താനം, അധ്യാത്മരാമായണം, കിളിപ്പാട്ട്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, മുഹിയുദ്ദീൻ മാല, ഖാസി മുഹമ്മദ്.
ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ്. ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം. ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ ഫലമായി സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു? വാട്ട് വെർ ദി ചേഞ്ചസ് ഹാപ്പൻഡ് ഇൻ ദി സൊസൈറ്റി ആസ് എ റിസൾട്ട് ഓഫ് ഭക്തി സൂഫി മൂവ്മെൻറ്റ്? റിലീജിയസ് ടോളറൻസ്, മതസഹിഷ്ണുത. ബ്രദർഹുഡ് ആൻഡ് ഹ്യൂമാനിറ്റി, സാഹോദര്യവും മനുഷ്യസ്നേഹവും. സോഷ്യൽ ഇക്വാലിറ്റി, സാമൂഹ്യ സമത്വം. ആറ്റിറ്റ്യൂഡ് എഗൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വിവേചനത്തിനെതിരായുള്ള മനോഭാവം. ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻ ഇമ്പോസ്ഡ് കസ്റ്റംസ്, അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം. തോട്ട്സ് എഗൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ടുവേഴ്സ് വുമൺ, സ്ത്രീ വിവേചനത്തിനെതിരായുള്ള ചിന്ത. ഗ്രോത്ത് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷകളുടെ വളർച്ച. മൊണോത്തിസം, ഏകദൈവ വിശ്വാസം. ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഹിന്ദു മുസ്ലിം ഐക്യം. The medieval Indian society was characterized by several hierarchical issues and social inequalities. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ പൊതുവെ കടുത്ത ഉച്ചനീചത്വങ്ങളും സാമൂഹ്യ സമത്വങ്ങളും നിലനിന്നിരുന്നു. The political and social conditions of the time were discussed in the previous chapter. കഴിഞ്ഞ അധ്യായത്തിൽ ആ കാലത്ത് നിലനിന്ന സാമൂഹികവും രാഷ്ട്രീയവുമായ അവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. In this context, Bhakti Sufi movement have played a critical role in reducing conflict, bringing people together and creating an atmosphere of peace and harmony. ഈ സാഹചര്യത്തിലാണ് മനുഷ്യരെ ഒരുമിപ്പിച്ച് സംഘർഷങ്ങൾ കുറച്ച് സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചു. These movements were successful in bringing the ideas of different religions to the common people. വ്യത്യസ്ത മതങ്ങളിലെ ആശയങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു. The influence of Bhakti and Sufi ideas helped people belonging to different castes and religions to coexist. വിവിധ ജാതി മതത്തിൽ ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് സഹവർത്തിത്വത്തോടെ കഴിയാൻ ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം സഹായിച്ചു. The hallmark of modern Indian society such as communal harmony, unity of diversity, fraternity, equality and pluralism have evolved from the influence of Bhakti Sufi movements. ആധുനിക ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുഖമുദ്രകളായ സാമുദായിക സൗഹൃദം, നാനത്വത്തിൽ ഏകത്വം, സാഹോദര്യം, തുല്യത, ബഹുസ്വരത തുടങ്ങിയവ ഭക്തി സൂഫി ആശയങ്ങളുടെ പ്രേരണയിൽ നിന്ന് രൂപം കൊണ്ടവയാണ്.